പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ വേദിയിൽ പുതിയ ചലനങ്ങൾക്ക് വഴി തുറന്ന് ബി.ജെ.പിയുടെ രാജ്യസഭാ എംപിയും രാജ്ബംശി സമുദായ നേതാവുമായ അനന്ത മഹാരാജ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്കൊപ്പം വേദി പങ്കിട്ടത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കൊൽക്കത്തയിൽ നടന്ന ഭാഷാ ദിവസ് ചടങ്ങിലാണ് ഈ രാഷ്ട്രീയ സിംഹങ്ങൾ ഒരേ വേദിയിൽ കണ്ടുമുട്ടിയത്. ചടങ്ങിൽ സംസ്ഥാനത്തെ പരമോന്നത ബഹുമതികളിലൊന്നായ ബംഗവിഭൂഷൺ ആ ഒരു പുരസ്കാരം നൽകി അനന്ത മഹാരാജിനെ മുഖ്യമന്ത്രി മമതാ ബാനർജി ആദരിച്ചതും ഈ സംഭവത്തെ കൂടുതൽ രാഷ്ട്രീയ അർത്ഥങ്ങളിലേക്ക് നയിക്കുന്നതാണ്. പരിപാടിയിൽ മുതിർന്ന മന്ത്രിമാരായ അരൂപ് വിശ്വാസ്, ഇന്ദ്രനീൽ സിംഗ് എന്നിവരോടൊപ്പം അനന്ത മഹാരാജ് വേദിയിലിരുന്ന ദൃശ്യം അത് രാഷ്ട്രീയമായി ശക്തമായ ഒരു സന്ദേശമായിരുന്നു. ചടങ്ങിനിടെ മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചപ്പോൾ രാജ്യസഭയിലെ ഭരണകക്ഷി എംപിയായ ബി.ജെ.പിയുടെ എംപിയായ അനന്ത മഹാരാജ് അതെല്ലാം ശാന്തമായി കേട്ടിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പേരിൽ ബംഗാളിനെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്ന് മമത ആരോപിക്കുന്നുണ്ട്. ബംഗാളി സംസാരിക്കുന്നവരെ പല സംസ്ഥാനങ്ങളിലും നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിച്ച് അപമാനിക്കുന്നു എന്നുള്ള ആരോപണവും മമതാ ബാനർജിക്കുണ്ട്. ബംഗാളി ഭാഷ 1950 മുതൽ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടതാണെന്നും അത് ആരുടെയും ഔദാര്യമല്ല എന്നും മമത കടുത്ത ഭാഷയിൽ തന്നെയായിരുന്നു വിമർശിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ ബംഗാളിനെ ബോധപൂർവം തഴയുന്ന സമീപനവും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബംഗാളിനെ രാഷ്ട്രീയമായി അടിച്ചമർത്തുവാനുള്ള നീക്കങ്ങളും മമതാ ബാനർജി വളരെ വ്യക്തമായി തന്നെ വിമർശിച്ചു. ഇത്തരം കടുത്ത വിമർശനങ്ങൾ ഉയർന്ന വേദിയിൽ തന്നെ ബി.ജെ.പി. എം.പി അത് കേട്ടിരുന്നു എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകരെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. കാരണം കഴിഞ്ഞ മാസങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ അദ്ദേഹം ബംഗാളിലെ നേതാക്കളോട് പാർട്ടി അനുസരണക്കേടിനെതിരെ അതിന് നൽകിയ ഒരു വലിയൊരു മുന്നറിയിപ്പ് വലിയ ചർച്ചയായിരുന്നു. പാർട്ടി ലൈനിൽ നിന്നുള്ള വ്യതിചലനം സഹിക്കില്ല എന്ന സന്ദേശം വ്യക്തമാക്കിയിരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അനന്ത മഹാരാജിൻ്റെ ഈ ഒരു നീക്കമുണ്ടാവുന്നത്. പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച അനന്ത മഹാരാജ് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. രാജ്ബംശി സമുദായം വലിയ പ്രതീക്ഷകളോടെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായെങ്കിലും അവരുടെ ആവശ്യങ്ങൾ കേന്ദ്രം തുടർച്ചയായി അവഗണിക്കുന്നു എന്നതാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. താൻ ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പാടില്ല എന്നതായിരുന്നു ബി.ജെ.പിയുടെ എം.പി ആയിരിക്കെ ഇത്തരമൊരു വേദിയിൽ ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്തതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി. ഈ പ്രതികരണം തന്നെ രാഷ്ട്രീയ സന്ദേശം നിറഞ്ഞതാണ്. കാരണം ബി.ജെ.പി. എം.പി എന്ന നിലയിൽ പാർട്ടി നിലപാടുകൾക്ക് വിപരീതമായി കേന്ദ്ര സർക്കാരിനെതിരെ തുറന്ന വിമർശനം ഉയർത്തുന്നത് അപൂർവമാണ്. ഇതോടൊപ്പം ഇന്ത്യ മുന്നണി രൂപീകരണത്തിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്കുള്ളിലെ അതൃപ്തികൾ, അതായത് എതിർശബ്ദങ്ങൾ ഉയരുന്ന സാഹചര്യവും വളരെ ശ്രദ്ധേയമാണ്. അനന്ത മഹാരാജിൻ്റെ നീക്കങ്ങൾ വെറും സൗഹൃദ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഭാവിയിലെ വലിയ രാഷ്ട്രീയ പുനഃസംഘടനയുടെ സൂചനയോ എന്ന ചർച്ചകളാണിപ്പോൾ ശക്തമായി വരുന്നത്. രാജ്ബംശി സമുദായത്തിൽ വളരെ സ്വാധീനമുള്ളൊരു നേതാവായ അനന്ത മഹാരാജിൻ്റെ നിലപാട് അത് മാറിയാൽ അത് വടക്കൻ ബംഗാളിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കാര്യമായി ബാധിക്കുമെന്നതാണ് കണക്കുകൂട്ടുന്നത്. ബി.ജെ.പി. വിട്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക് സഹകരിക്കുവാൻ പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ ഇടനാഴികളിൽ സജീവമാണ്. അമിത്ഷായുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ ഭാവി അത് ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അനന്ത മഹാരാജ് ശ്രമിക്കുന്നുവെന്നതാണ് ചിലരുടെ വിലയിരുത്തൽ. പാർട്ടി നിർദ്ദേശങ്ങൾക്ക് മീതെ സ്വന്തം സമുദായത്തിൻ്റെ അവകാശങ്ങൾ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ നീക്കം മാത്രമാണ് ഇത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ വാദിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പിക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നേരിട്ട ഒരുപാട് തിരിച്ചടികൾക്കിടയിൽ ഒരു രാജ്യസഭാ എം.പി തന്നെ തുറന്ന വേദിയിൽ തങ്ങളുടെ എതിരാളികളോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാവുന്ന ഒരു സംഭവം കൂടിയാണ്. പ്രത്യേകിച്ച് കേന്ദ്രത്തെ വിമർശിക്കുന്ന പ്രസംഗങ്ങൾക്കിടയിൽ മൗനം പാലിക്കുകയും പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത് പാളയത്തിലെ പട എന്ന വാദങ്ങൾക്ക് ബലം നൽകുന്നതാണ്. അനന്ത മഹാരാജിൻ്റെ നീക്കം താൽക്കാലിക രാഷ്ട്രീയ സൗഹൃദമോ അല്ലെങ്കിൽ ബി.ജെ.പിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുന്ന മുന്നറിയിപ്പോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എന്നാൽ ഒരു കാര്യം ഉറപ്പ്, അമിത്ഷായുടെ കടുത്ത പാർട്ടി നിയന്ത്രണ ശൈലിയെ മറികടന്ന്
സ്വന്തം രാഷ്ട്രീയ വഴിത്തിരിവ് രൂപപ്പെടുത്തുവാൻ അനന്ത മഹാരാജ ശ്രമിക്കുന്നു എന്നുള്ളത്, ആ ഒരു സന്ദേശം അത് ഇതിനോടകം തന്നെ ബംഗാൾ രാഷ്ട്രീയത്തിൽ ശക്തമായി തന്നെ പ്രതിധ്വനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.